ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സെക്ടർ ഒരു 5 മടങ്ങ് ആവാൻ പോകുന്ന സെക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സെക്ടറിനെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. നൂറുകണക്കിന് സ്റ്റോക്ക് ഉള്ള ആ സെക്ടറിന് വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്തൊരു 5 ഇയേഴ്സിലേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺ സാധ്യതയുള്ള ഒരു സെക്ടർ കൂടിയാണിത്. എല്ലാവർക്കും ഷെയർ തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സെക്ടർ ഒരു 5 മടങ്ങ് ആവാൻ പോകുന്ന സെക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സെക്ടറിനെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. നൂറുകണക്കിന് സ്റ്റോക്ക് ഉള്ള ആ സെക്ടറിന് വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്തൊരു 5 ഇയേഴ്സിലേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺ സാധ്യതയുള്ള ഒരു സെക്ടർ കൂടിയാണിത്. സെക്ടേഴ്സ് വേറെ ഒന്നുമല്ല, ടെക്സ്റ്റൈൽ സെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ GDPൻ്റെ 2.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ് ഇന്ത്യയിൽ. പക്ഷേ ആക്ച്വലി ഇന്ത്യക്ക് കിട്ടാവുന്ന അത്ര ഒരു എക്സ്പോസർ ടെക്സ്റ്റൈൽസിൽ കിട്ടുന്നില്ല. അതിന് ഭാഗമായിട്ട് ഇന്ത്യൻ്റെ ഭാഗത്തു നിന്ന് പല ടൈപ്പിലുള്ള സപ്പോർട്ട് ഈ ഒരു ടെക്സ്റ്റൈൽ സെക്ടറിന് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ടെക്സ്റ്റൈൽ സെക്ടറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പേഷ്യൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനി വരുന്ന ഇയേഴ്സ്, വരുന്ന ക്വാർട്ടേഴ്സൊക്കെ 1 by 1 ആയത് നല്ലതായിരിക്കും. ഒരുപാട് പോസിറ്റീവ് ന്യൂസും കൂടി ഇപ്പോൾ ഈ സെക്ടറിൽ ഉണ്ട്. അതുകൊണ്ടാണ് പെർട്ടിക്കുലറായിട്ട് ഇന്ന് വീഡിയോ ഇടാൻ കാരണം. ലോകം മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ $800 ബില്യൻ്റെ ബിസിനസ്സാണ് ടെക്സ്റ്റൈൽസിൽ കിടക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം $35 ബില്യൺ എക്സ്പോർട്ട് മാത്രമേ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത തീരുമാനം 2030 ആകുമ്പോഴേക്ക് ഈ $35 സ്ഥാനത്ത് അതൊരു $100 എബോവ് മിനിമം ആക്കണമെന്നാണ് എയിം ചെയ്യുന്നതിന് പുറമെ $200 വരെ $1 million വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലക്ക് അതൊരു $100 2030 ആകുമ്പോഴേക്ക് കൊടുക്കണം എന്ന് മാത്രമല്ല 2 ലക്ഷം കോടിയാണ് ആ ഒരു ടെക്സ്റ്റൈലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായത്. കാരണം ആ ഒരു സെക്ടറിൽ ഒരുപാട് ആകെ ജോബ് ഓപ്പർച്യൂണിറ്റി സെക്ടറാണ്. അപ്പോൾ 3 മില്യൺ പീപ്പിളിന് 3 മില്യൺ ആൾക്കാർക്ക് ജോലി കൂടെ കിട്ടും എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ $200 ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് കിടക്കുന്നത്. ഇനി ഇതിൽ പറയാൻ പോകുന്നത് എന്താണ് പോസിറ്റീവായിട്ട് ടെക്സ്റ്റൈൽ സെക്ടർ സംഭവിച്ചു നിൽക്കുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് എന്തൊക്കെ മെഷേഴ്സാണ് ടെക്സ്റ്റൈൽസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതുള്ള. ഫസ്റ്റ് ഈ ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സ് എടുക്കുക. ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഓൾറെഡി PLI സ്കീം, പ്രൊഡക്ഷൻ ലീവ് ഇൻസെൻറ്റീവ് സ്കീമുള്ള ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽസ്. അതിനെ ടെക്സ്റ്റൈൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. രണ്ടാമത് ഇപ്പം FTA ആണ്, അത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറയും. രാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അങ്ങനെ ആകുമ്പോൾ നടുക്കുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നടുക്കുള്ള ട്രേഡ് ബാരിയേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നല്ലൊരു ട്രേഡ് ഈ ഭാവിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു FTA കൊണ്ടുവന്നത്. അത് FTA വിത്ത് യൂറോപ്പ് ആൻഡ് UK ആണ് നമ്മൾ ഇന്ത്യ ട്രൈ ചെയ്യുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ ചർച്ച നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അത് ഓൺ ദ ട്രാക്കാണ്. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഗ്ലോറി കംപ്ലീറ്റ്. ടെക്സ്റ്റൈൽസ് ഇന്ത്യയിൽ കുറച്ച് കൊല്ലം മുന്നേ വളരെ സ്ട്രോങ് ആയി, പക്ഷേ അത് കുറച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. അവർ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പം പോസിറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചൈനയാണ് നമ്മുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ ബംഗ്ലാദേശ് ആയിരുന്നു. ചൈനയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം, അതുപോലെ തന്നെ അവരെ ലേബർ കോസ്റ്റ് കൊണ്ടും പല MNCs മൾട്ടിനാഷണൽ കമ്പനീസും ചൈനയായിട്ട് ട്രേഡ് ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ബിസിനസ് ഇന്ത്യയിലേക്ക് ഒഴുകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് പോർഷൻ ബിസിനസ് വന്നു കഴിഞ്ഞു. രണ്ടാമത് ഉള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ബംഗ്ലാദേശാണ്
വേറൊരു വലിയൊരു എക്സ്പോർട്ടർ ടു അതർ കൺട്രീസ്. കാരണം ബംഗ്ലാദേശിന് ഹ്യൂജ് ക്ലയൻസ് ആണ് അവരെ പോക്കറ്റിൽ. വാൾമാർട്ടുമായിട്ട് വളരെ ഹ്യൂജ് ക്ലയൻസ് ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷെ അവർ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലംസ് കാരണം ബംഗ്ലാദേശിലെ ഏകദേശം 32 ഗാർമെൻറ്റ്സ് മാനുഫാക്ചറിങ് കമ്പനീസിന് പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ആ ഗാർമെൻറ്റ് യൂണിറ്റ്സിൻ്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന കാര്യം ഒരു സംശയമില്ല, എന്തായാലും സംഭവിച്ചിരിക്കും. സോ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റായിട്ടാണ് ഈ ഒരു സെക്ടറിൽ കാണുന്നത്. അങ്ങനൊരു സംഭവിക്കുകയാണെങ്കിൽ, ബംഗ്ലാദേശ് സംഭവിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഫാഷൻ ബ്രാൻഡ്സ്, നമുക്കൊരു കാര്യം അറിയാം, ഇൻ്റർനാഷണൽ ഫാഷൻ ബ്രാൻഡ്സ് പലതും അവിടെ ആരും മാനുഫാക്ചർ ചെയ്യുന്നില്ല. അവരത് ജോബ് വർക്കായിട്ട് പല കമ്പനീസിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ചൈനയിലും കൊടുത്തിട്ടാണ് വലിയ വമ്പൻ കമ്പനീസൊക്കെ അവിടെ USA അവരുടെ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് കംപ്ലീറ്റ് ഇന്ത്യയിലേക്ക് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഇതാണ് ഒരു ഓവറോൾ പിക്ചർ ഈ ടെക്സ്റ്റൈൽസ് മേഖലയിലെ. അപ്പോൾ നല്ല കമ്പനീസിനെ നോക്കിയിട്ട് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല റിട്ടേൺ ഈ ഒരു സെക്ടറിൽ കിട്ടും. ആയിരക്കണക്കിന് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തൊരു സെക്ടറാണ് ടെക്സ്റ്റൈൽ സെക്ടർ. അതിൽ ഒന്നോ രണ്ടോ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഗോകുൽദാസ് എക്സ്പോർട്ട്, വെൽസ്പൺ ലിവിങ്, നിതിൻ സ്പിന്നേഴ്സ്, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റൈൽ സെക്ടറുണ്ട്. ഇതിൽ ഇന്ന് ഞാൻ ഒരു പെർട്ടിക്കുലർ ഒരു കമ്പനീനെ ആണ് ഞാൻ സ്പോട്ട് ഔട്ട് ചെയ്തത്, വെൽസ്പൺ ലിവിങ്. കാരണം അവർ ഈ ഒരു ഹോം ഫർണിഷിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനി. അപ്പോൾ ഇന്ത്യയിലെ ടെക്സ്റ്റൈലിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസും കുറച്ചും കൂടി കൂടുതൽ ബെനിഫിറ്റും കിട്ടാവുന്ന സെക്ടർ ഹോം ഫർണിഷിംഗ് ആണ്. സോ വെൽസ്പൺ ലിവിങ്ങിനെ നമുക്ക് എടുക്കാം. പ്രസൻറ്റ് പ്രൈസ് 171 ആണ്. അതിൻ്റെ ഇയർ ഹൈ 230, ഇയർ ലോ 122 ആണ്. നമുക്കൊരു 220 ടാർഗറ്റ് 30% എപ്രിസിയേഷൻ വെച്ചിട്ട് വാങ്ങാൻ പറ്റാവുന്ന സ്റ്റോക്കാണ് വെൽസ്പൺ ലിവിങ്. ഒരു ബ്രേക്ക് ഔട്ടും കൊടുത്തിട്ടുണ്ട്. PE റേഷ്യോ നോക്കുകയാണെങ്കിലും അധിക ടെക്സ്റ്റൈൽ സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് ഹൈ ലെവൽ ഓവർ ഇൻഡസ്ട്രി PE അബവ് ആണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ 1-2 ടെക്സ്റ്റൈൽ സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ ബിലോ ഇൻഡസ്ട്രി PE ട്രേഡ് ചെയ്യുന്ന. ഒന്ന് വെൽസ്പൺ ലിവിക്കാണ്. PE റേഷ്യോ 23.15 ആണ്. ഇൻഡസ്ട്രിയൽ PE 27 ഉണ്ട്. EPS 7.39 ഉണ്ട്. ഹൈ പെട്രോസ്കി സ്കോർ 8 ഉണ്ട്. പിന്നെ ക്വാർട്ടർ റിസൾട്ട്, നല്ല ക്വാർട്ടർ റിസൾട്ടാണ് ഈ സെപ്റ്റംബറിൽ കൊടുത്തത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാർട്ടർ കാണിക്കുന്ന കമ്പനിയാണ്. ലോ 97 ക്രോസ് ഷെയർ ക്യാപിറ്റലുള്ളൂ. റിസർവ് 4418 കോടി റിസർവ് ഉണ്ട്. വേറൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോൾഡിങ്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് സെപ്റ്റംബറിൽ 2.2 2.76 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ FISഉം 5.88 നിന്ന് 7.08 ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കണ്ട് ഇവരൊന്നും സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യില്ല. അതുപോലെ തന്നെ DISഉം 5.5% സ്റ്റോക്ക് DIS ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 15% സ്റ്റേക്ക് മ്യൂച്വൽ ഫണ്ട്സും DISഉം FISഉം. അതുപോലെ തന്നെ 66% സ്റ്റേക്ക് പ്രൊമോട്ടേഴ്സും. ടോട്ടൽ 80% സ്റ്റേക്ക് ഇവരുടെ അടുത്തുള്ള 20% ഉള്ളൂ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കയ്യിൽ. അപ്പം ഇതൊരു ബ്രേക്ക് ഔട്ട് വന്നാൽ കയറി പോകാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഹോം ഫർണിഷിങ്ങിലായതുകൊണ്ട് കയറി പോകാൻ സാധ്യതയുള്ള ഫണ്ടമെൻ്റലി വെരി ഗുഡ് ആയിട്ടൊരു സ്റ്റോക്കാണ് വെൽസ്പൺ ലിവിങ്. നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ കമൻസിലിടുക. ഇന്നൊന്നും സ്റ്റോക്ക് ഇല്ലേ അത് പഠിക്കുക. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. ഈ സെക്ടറിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ മുന്നോട്ട് കിടക്കുന്ന ഈ എല്ലാ സംഗതികളും ഇന്ത്യ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും പിന്നെ അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഓൾറെഡി 2.3% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്സ്റ്റൈൽ അത് എൻഹാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽസ്. സോ ആസ് യൂഷ്വൽ ഐ എം നോട്ട് എ SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.